സ്വാഗതം സായന ടാരോ കാർഡുകളിലേക്ക് ഹാർദമായ സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് എന്താണ് ഏഞ്ചൽസിന് താങ്കളുടെ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയാനുള്ളതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ടാരോ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് പ്രശ്നമെന്നറിയാനായിട്ട് ഈ കാർഡ് എടുക്കുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള ഏഞ്ചൽ സന്ദേശം അറിയാനായി യൂണിക്കൺസ് എന്ന് പറയുന്ന കാർഡുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് രണ്ട് സന്ദേശങ്ങൾ ഏഞ്ചൽസിൽ പറയുന്നത് നോക്കാം. അപ്പോൾ എന്ത് പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് ഏഞ്ചൽസ് ഡീൽ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. നമുക്ക് വന്നിരിക്കുന്ന ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. നമ്മൾ ഈ പയറിൻ്റെ വിത്ത് അല്ലെങ്കിൽ വെണ്ടയുടെ വിത്തൊക്കെ ഇട്ടിട്ട് ഒരു 3-4 ദിവസം അല്ലെങ്കിൽ നമ്മൾ മുളപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വേരുകൾ വരുന്നത് കാണാം, പുതിയ മുള പൊട്ടുന്ന കാണാം. ഇവിടെ പെൻറ്റക്കിൾ എന്നാണ് പറഞ്ഞത് നിൽക്കുന്നത്. അപ്പോൾ പുതിയ ധനസമ്പാദനത്തിനുള്ള വഴി അത് വല്ലതും നമുക്ക് തുറന്നു വരുമോ എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പുതിയ ജോലിയാവാം, കരിയർ ആവാം, പുതിയ ബിസിനസ് ആവാം, പുതിയ ആശയമാവാം, ഇതിനെക്കുറിച്ച് എന്താണ് ഏഞ്ചൽസിന് പറയാനുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം. ആദ്യ സന്ദേശം ഏഞ്ചൽസിന് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വന്നിരിക്കുന്ന ഫ്ലൈറ്റ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ലെറ്റ് യുവർ ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഫ്ലൈ എന്നാണ് പറയുന്നത്. അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് നമ്മുടെ ഇമാജിനേഷൻ അത് ഇനിയും കുറേ കൂടി ക്രിയേറ്റീവ് ആവാനുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന സാധാരണ കാര്യം ചിന്തിക്കുന്ന പോലെയാണ്. എപ്പോഴും നിങ്ങൾക്കറിയാം, ഒരു ബിസിനസ് പുതിയൊരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അതായത് സർഗാത്മകമായി ചിന്തിക്കണം, ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്. അതാണ് ഏഞ്ചൽസ് ആദ്യം പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, അപ്പോൾ നമ്മളെന്ത് പറയുന്നു? യെസ് ബോസ്. ഇനി അടുത്ത സന്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വന്നിരിക്കുന്ന ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന കാർഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഒരു വ്യക്തി നിൽക്കുന്നു, അദ്ദേഹം കൈയടിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ചുറ്റും എല്ലാം നമ്മുടെ പണ്ടത്തെ വീടുകളൊക്കെ ഇങ്ങനെയാണ്. പല വീട്ടിൽ കോഴി, താറാവ്, ആട്, പശു എല്ലാം ഉണ്ടാവും. അതേപോലെ ഒരു വീട് കാണുന്നു. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് ദ ഗുഡ് ഇൻ യുവർ ലൈഫ് വിൽ മൾട്ടിപ്ലൈ എന്നുള്ളതാണ്. അപ്പോൾ ഏഞ്ചൽസ് പറയുന്ന സന്ദേശം രണ്ടാമത്തെ സാധാരണ ഈ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ പറയുന്നതാണ്. അതായത് ഉള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും. അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ പുതിയത് വരും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻമുട്ടയിടുന്ന താറാവിൻ്റെ കഥ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ദിവസവും ഒരു മുട്ട കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ ഗ്രേറ്റ്ഫുൾ ആവാതെ അതിനെ കൊന്നു. ആ കഥയും ഇവിടെയായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കിപ്പോഴുള്ള 3 കാര്യങ്ങളിൽ ഗ്രേറ്റ്ഫുൾ ആവുക. അതെന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വാട്ട് ആർ യു ഗ്രേറ്റ്ഫുൾ ഫോർ ടുഡേ? 3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഫ്ലൈ ആവും, നിങ്ങൾക്ക് നല്ലത് കിട്ടുമെന്നാണ് പറയുന്നത്. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. ലെറ്റ് ദ ഏഞ്ചൽസ് ബ്ലെസ് യു ടു സ്റ്റാർട്ട് എ ന്യൂ കരിയർ ആൻഡ് മേക്ക് മണി. ഗുഡ് നൈറ്റ്.